ഫ്രെഡി, ഇവരോട് പറ നീ എന്നെ വേണ്ടാന്ന് വെച്ച് പോയതല്ലെന്ന്. പറ ഫ്രെഡി, ഇവരോട് പറ നീ എന്നെ വിട്ടിട്ട് പോയില്ലാന്ന്. ഞാനിപ്പോ ഒരു 5 years ആയിട്ട് ഡബിങ് ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന് വിചാരിച്ച ആർട്ടിസ്റ്റ് ആളായിരുന്നല്ല. ഞാൻ ആക്സിഡന്റലി ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്ന ഒരാളാണ്. ചെറിയൊരു 30 സെക്കൻഡിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഒന്നും പറയില്ല, അതിന്റെ ഒരു വോയിസ് ഓവർ ചെയ്ത് തുടങ്ങിയത്. സിനിമ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത പടം എനിക്ക് ഓർമ്മയില്ല. ലോകയിൽ ഞാൻ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് സാരി കൊടുത്തൊരു പെൺകുട്ടിയല്ലേ. പിന്നെ എന്നെ കുറച്ചും കൂടി ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ ഫീനിക്സ് ഒരു മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഫ്രെഡി, ഇവര് പറയാ നിനക്ക് എന്നെ വേണ്ട, നീ എന്നെ കാണാൻ വരില്ല, നീ മറ്റേതോ പെണ്ണിന്റെ ഒപ്പം പോയിരുന്നു. പറ ഫ്രെഡി, ഇവരോട് പറ നീ എന്നെ വിട്ടിട്ട് പോയില്ലാന്ന്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് എല്ലാ സീരീസ് ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ, വാട്ട് എവർ, ഇംഗ്ലീഷ്, തമിഴോ മലയാളോ തെലുഗോ ഏത് വേണമെങ്കിലും മലയാളം ഓഡിയോ അവൈലബിൾ ആണ്. സോ എല്ലാ മേഖലയ്ക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊരു ദിവസം കൊണ്ട് ഈസി ആക്കുന്നതല്ല. എനിക്ക് ഈസി അല്ല, ഇപ്പോഴും ഈസി അല്ല. നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വർഷം കഴിഞ്ഞാലും ഒരു ലേണിംഗ് പ്രോസസ് തന്നെയല്ലേ ഇത്. എനിക്ക് തോന്നുന്നു ഡബിങ് കൊണ്ട് ഒരു സിനിമ നന്നാക്കാനും മോശമാക്കാനും പറ്റും. അങ്ങനെ നമുക്ക് തന്നെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. നന്നായിട്ട് അഭിനയിച്ച് മോശം ഡബ് ചെയ്ത സിനിമകളുണ്ടാവും, മോശമായിട്ട് അഭിനയിച്ചാലും അടിപൊളിയായിട്ട് ഡബ് ചെയ്ത് ക്യാരക്ടർ അപ്പ് ചെയ്തിട്ടുള്ള പടങ്ങളുണ്ടാവും. ശരിക്കും തമിഴിനൊക്കെ ഒരു ഒഴുക്കുണ്ട്, ആ ഒരു ഒഴുക്ക് മലയാളത്തിനില്ല. ഭയങ്കര ഒരു അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാ ഭാഷ ഈസി ആയിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഡബിങ്ങിന്റെ ഒരു വോയിസ് മോഡുലേഷൻ അങ്ങനത്തെ ഒരു ചാലഞ്ച് ഉണ്ടെന്നുള്ളത് എങ്ങനെ ഡിറ്റക്ട് ചെയ്തു? മേ ബി ചിലപ്പോൾ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഡബിങ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ആക്ടിങ് തന്നെയാണ്. നിങ്ങൾ നല്ലൊരു ആക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റും. ശോഭന മാം ചെയ്തിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഉർവശി മാം ചെയ്ത്, അവർ കോൺവേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോഴും ഭയങ്കര മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്നത് അവരുടെ വോയിസ് മാത്രം അടിപൊളിയായതുകൊണ്ട്. ഇപ്പം ശ്രീജ രവി മാം ആയാലും ഭാഗ്യലക്ഷ്മി മാം, ആനന്ദവല്ലി മാം, ഇവരുടെയൊക്കെ വോയിസ് കൊണ്ടുകൂടിയാണ് ക്യാരക്ടേഴ്സിന് ജീവൻ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഡബിങ്ങിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഏത് ഫീൽഡ് ചൂസ് ചെയ്തത്? എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഡബ് ചെയ്യാൻ. ഡബിങ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ വല്ല എന്റെ വായ്ത്താളം വെച്ചിട്ട് ഞാൻ വല്ല സെയിൽസ് ഗേളോ വല്ല മാർക്കറ്റിംഗ് മാനേജറോ അങ്ങനെ എന്തെങ്കിലും നാക്കോട്ടെ ഞാൻ ജീവിക്കുള്ളായിരുന്നു. അത് ഉറപ്പാണ്. ഇനിയും കുറെ മൂവീസ് കേട്ടട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. Up we go.